ഹലോ മൈ ബ്യൂട്ടിഫുൾ ലവേഴ്സ്. അപ്പോൾ നമുക്കൊരു ചെറുപയർ ദോശ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ചെറുപയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ പൊതുവേ ദോശയ്ക്ക് അരി അരയ്ക്കുമ്പം കുറച്ച് ഉലുവ ആഡ് ചെയ്യുന്നതാണ്. അത് നന്നായിട്ട് 2-3 വെള്ളം കഴുകിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി ആയതുകൊണ്ട് കുഴപ്പമില്ല. വീട്ടിലുള്ള പച്ചരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 തവണ കഴുകേണ്ടി വരും. അങ്ങനെ ഞാൻ രാവിലെ വെള്ളത്തിട്ട് വെച്ചതാണ് കേട്ടോ ഇത്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാർ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യണം കേട്ടോ. എൻ്റെ പച്ചമുളക് കണ്ട് ആരും പേടിക്കേണ്ട, വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ആയതാണ്. അതിലോട്ട് ഒരു നുള്ളിൽ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ഞാനിവിടെ അരയ്ക്കുമ്പോൾ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ബാറ്റർ ആക്കിയതിന് ശേഷം ആഡ് ചെയ്താൽ മതി. അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ കരിഞ്ഞൊന്നും പോകണ്ട, ചെറുതായിട്ട് മതി. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത്ര പെർഫെക്ഷനൊന്നും ആയിട്ടില്ല. പിന്നെ ഈ ദോശ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ നല്ല അടിപൊളിയാണ്. പിന്നെ ദോശ എന്ന് പറയുമ്പോൾ നെയ്യില്ലാതെ എന്താലേ, നെയ്യ് എല്ലാവർക്കും ഫേവറേറ്റ് അല്ലേ. പക്ഷേ ഇവിടെ റിച്ചുവിന് ഇഷ്ടമല്ല, എനിക്കും അമ്പാടിക്ക് ഇഷ്ടമാണ്. പക്ഷേ റിച്ചുവിന് എങ്ങനെയെങ്കിലും ഇത് കഴിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് അവൻ അറിയാതെ ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ദോശ റെഡിയായി. അതിൻ്റെ മുകളിലോട്ട് കറിവേപ്പിലയും ഉള്ളിയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതെ, സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാ ചട്നിയുടെ കൂടെയും തക്കാളി ചട്നിയുടെ ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. റിച്ചുവിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് മമ്മി, നാളെ സ്കൂളിൽ പോകുമ്പോൾ എനിക്കിത് ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.